നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് ആനഭാഗലുവിൽ നിർമ്മാണം പുരോഗമിക്കുന്ന കെട്ടിടത്തിന് സമീപം അതിഥി തൊഴിലാളി സുശാന്ത റോയിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമാണോ എന്ന് സംശയം. സ്വർണ്ണക്കള്ളക്കടത്ത് ഇടപാടുമായി ബന്ധപ്പെട്ട് 2 മലയാളി യുവാക്കളെ കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയ കേസിൽ കാസർഗോട്ടുകാരായ 3 പ്രതികൾക്ക് ജീവപര്യന്തം തടവും പിഴയും ശിക്ഷ. ഉയർപ്പിന്റെ പ്രത്യാശയിൽ ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ ഈസ്റ്റർ ആഘോഷിച്ചു. യേശു ഉയർത്തെഴുന്നേറ്റതിന്റെ ഓർമ്മ പുതുക്കി ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷകളും നടന്നു. 2ാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികാഘോഷം കാലിക്കടവ് മൈതാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ പ്രചരണാർത്ഥം സൈക്കിൾ റാലി സംഘടിപ്പിച്ചു. M. രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. മഞ്ചേശ്വരത്ത് റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ കാറിടിച്ച് ഗൃഹനാഥന് ദാരുണാന്ത്യം. ബന്ദിയോട് മുട്ടം സ്വദേശി അബൂബക്കർ ഹാജിയാണ് മരിച്ചത്. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ആനഭാഗലുവിൽ നിർമ്മാണം പുരോഗമിക്കുന്ന കെട്ടിടത്തിന് സമീപം അതിഥി തൊഴിലാളി സുശാന്ത റോയിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമാണോ എന്ന് സംശയം. പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വിദഗ്ധ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ വ്യക്തത വരിക. മരണത്തിൽ ദുരൂഹത ഉയർത്തുന്ന സാഹചര്യത്തിൽ സുശാന്ത റോയിയോടൊപ്പം ജോലി ചെയ്യുന്ന 10ഓളം തൊഴിലാളികളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരുന്നുണ്ട്. തിങ്കളാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് ആനബാഗിലുവിൽ നിർമ്മാണം പുരോഗമിക്കുന്ന കെട്ടിടത്തിന് സമീപം പശ്ചിമ ബംഗാൾ സ്വദേശിയും സുഭാഷ് റോയിയുടെ മകനുമായ സുശാന്ത റോയിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയതായുള്ള വിവരം പുറം ലോകമറിയുന്നത്. പോലീസ് നൽകിയ വിവരമനുസരിച്ച് സുശാന്ത് റോയിയെ വീണുകിടക്കുന്ന നിലയിലാണ് കണ്ടെത്തിയത്. ഉടൻ തന്നെ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ഡോക്ടർമാർ മരണം സ്ഥിരീകരിച്ചു. സംഭവത്തിൽ കാസർഗോഡ് ടൗൺ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. സുശാന്ത റോയിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമാണോ എന്ന സംശയമാണ് ഉയരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സുശാന്ത റോയിയോടൊപ്പം ജോലി ചെയ്യുന്ന 10ഓളം തൊഴിലാളികളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരുന്നുണ്ട്. സംഭവത്തിന് ശേഷം കാസർഗോട്ട് നിന്നും ട്രെയിനിൽ പാലക്കാട്ടെത്തിയവരെയും കാസർഗോട്ട് നിന്നുള്ളവരെയുമാണ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നത്. ഞായറാഴ്ച അർദ്ധരാത്രി നിർമ്മാണ സ്ഥലത്ത് തൊഴിലാളികൾ തമ്മിൽ വലിയ രീതിയിലുള്ള അടിപിടി നടന്നിരുന്നതായി പോലീസിന് സംശയമുണ്ട്. ഇതിൻ്റെ പിന്നാലെയായിരിക്കാം മരണം സംഭവിച്ചതെന്ന സംശയവും ഉയരുന്നുണ്ട്. എന്നാൽ കസ്റ്റഡിയിലുള്ളവർ നൽകിയിരിക്കുന്ന മൊഴി അനുസരിച്ച് ബൈക്കിൽ വന്ന ചിലരാണ് സുശാന്ത റോയിയെ ആക്രമിച്ചതെന്നാണ്. ഈ മൊഴി പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല. സംഭവസ്ഥലത്തെയും പരിസരങ്ങളിലെയും CCTV ദൃശ്യങ്ങൾ പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ്. മരിച്ച സുശാന്ത റോയിയുടെ ശരീരത്തിൽ പുറമേ കാണാവുന്ന പരിക്കുകളൊന്നുമില്ല. എന്നാൽ മുഖത്ത് പല്ലിന് സമീപത്തായി ഒരു മുറിവുണ്ട്. ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് പ്രാഥമികമായി സംശയിക്കുന്നുണ്ടെങ്കിലും വിശദമായ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാക്കുകയുള്ളൂവെന്ന് കാസർഗോഡ് പോലീസ് അറിയിച്ചു. നിലവിൽ മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും വിദഗ്ധ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. 2ാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം പിലിക്കോട് കാലിക്കടവ് മൈതാനത്ത് തുടങ്ങി. മൈതാനത്ത് പ്രത്യേകം സജ്ജമാക്കിയ പവലിയനിൽ തിങ്കളാഴ്ച രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരാഴ്ച നീളുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്കും ഇതോടെ തുടക്കമായി. കേരളത്തിന് ചരിത്ര നേട്ടങ്ങൾ നൽകിയ മുൻ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട് മത്സരിച്ച് ജയിച്ചു വന്ന തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ കാലിക്കടവിൽ LDF സർക്കാരിന്റെ വാർഷികം ആഘോഷിക്കുമ്പോൾ അതിന് ഏറെ വൈകാരിക തലമുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 2016-ൽ തകർന്നടിഞ്ഞു കിടന്ന നാടിനെയാണ് കേരള ജനത ഭരണമേൽപ്പിച്ചത്. ദൗത്യം നിറവേറ്റാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് പ്രതിസന്ധികളുണ്ടായി. പ്രകൃതി ദുരന്തങ്ങൾ, പകർച്ചവ്യാധികൾ തുടങ്ങിയ പ്രതിസന്ധികൾ മറികടന്നാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത്. കേരളത്തെ ഞെട്ടിച്ച വയനാട് ദുരന്തത്തിൽ കേന്ദ്ര സഹായങ്ങൾ നിഷേധിച്ചിട്ടും അതിജീവനത്തിന്റെ പാതയിലാണ് സർക്കാർ മുന്നോട്ടു പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഒട്ടേറെ പ്രതിസന്ധികളാണ് നമുക്ക് നേരിടേണ്ടി വന്നത്. അത്തരം പ്രതിസന്ധികൾ ഒരു നാടിനുണ്ടായാൽ, ഒരു സംസ്ഥാനത്തിനുണ്ടായാൽ ആ സംസ്ഥാനത്തിന്റെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് അതിൽ നിന്ന് അതിജീവനം നേടാൻ സഹായിക്കാൻ ബാധ്യതയുള്ള സർക്കാരാണ് കേന്ദ്ര സർക്കാർ. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഒരു ഘട്ടത്തിലും ആവശ്യമായ സഹായം നമുക്ക് ലഭിച്ചില്ല. തീർത്തും നിഷേധാത്മക നിലപാട് സ്വീകരിച്ചു. ലഭിക്കുന്ന സഹായം തന്നെ തടയുന്ന നിലയുണ്ടായി. മറ്റുള്ളവർ നൽകുന്നത് പോലും
തങ്ങളുടെ അധികാരം ഉപയോഗിച്ച് തടയുന്ന നിലയുണ്ടായി. തകരട്ടെ, കൂടുതൽ തകരട്ടെ, ഈ ഒരു നശീകരണ വികാരം അതായിരുന്നു കേന്ദ്ര സർക്കാരിനെ നയിച്ചു. റവന്യൂ മന്ത്രി കെ രാജൻ അധ്യക്ഷത വഹിച്ചു. മന്ത്രിമാരായ കെ എൻ ബാലഗോപാൽ, എ കെ ശശീന്ദ്രൻ, കെ കൃഷ്ണൻകുട്ടി, കടന്നപ്പള്ളി രാമചന്ദ്രൻ, വി അബ്ദുറഹ്മാൻ, MLA-മാരായ എം രാജഗോപാലൻ, ഇ ചന്ദ്രശേഖരൻ, CH കുഞ്ഞമ്പു, ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ, എസ് ഹരിദർശൻ, മാധവൻ മണിയറ, PP പ്രസന്നകുമാരി, CS സുജാത, M മനു, എസ് ഹരികിഷോർ എന്നിവർ സംസാരിച്ചു. സർക്കാർ പ്രസിദ്ധീകരണങ്ങളുടെ പ്രകാശനവും ചടങ്ങിൽ മുഖ്യമന്ത്രി നിർവഹിച്ചു. ഏപ്രിൽ 27 വരെ വിവിധ സർക്കാർ വകുപ്പുകളുടെ നിയന്ത്രണത്തിലുള്ള പവലിയനുകൾ ഉൾക്കൊള്ളുന്ന എൻ്റെ കേരളം പ്രദർശനം പിലിക്കോട് കാലിക്കടവ് മൈതാനിയിൽ നടക്കും. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ഉയർപ്പിന്റെ പ്രത്യാശയിൽ ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ ഈസ്റ്റർ ആഘോഷിച്ചു. പീഡാനുഭവങ്ങൾക്കും കുരിശുമരണത്തിനും ശേഷം യേശു ഉയർത്തെഴുന്നേറ്റതിന്റെ ഓർമ്മ പുതുക്കി ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷയും നടന്നു. 50 ദിവസത്തെ നോമ്പാചരണത്തിനൊടുവിലാണ് സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും തിരുനാളായ ഈസ്റ്റർ ആഘോഷിച്ചത്. കുരിശിൽ മരിച്ച യേശു മരണത്തെ കീഴടക്കി ഉയർത്തെഴുന്നേറ്റതിന്റെ ഓർമ്മ പുതുക്കി ഈസ്റ്റർ ആഘോഷിച്ച് ക്രൈസ്തവ വിശ്വാസികൾ. 50 ദിവസത്തെ നോമ്പാചരണത്തിനൊടുവിലാണ് വിശ്വാസികൾ പ്രത്യാശയുടെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും തിരുനാളായ ഈസ്റ്റർ ആഘോഷിച്ചത്. ജെറുസലേമിലേക്ക് ക്രിസ്തുവിൻ്റെ രാജകീയ പ്രവേശനം ഓർമ്മിക്കുന്ന ഓശാന ഞായറും പെസഹയും ദുഃഖവെള്ളിയും ആചരിച്ച് ഭക്തി നിർഭരമായാണ് ഈസ്റ്ററിനെ വിശ്വാസികൾ വരവേറ്റത്. മരണം ജീവിതത്തിൻ്റെ അവസാനമല്ലെന്നും നിത്യജീവിതത്തിലേക്കുള്ള കവാടമാണെന്നുമുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈസ്റ്റർ എന്ന് ക്രൈസ്തവർ വിശ്വസിക്കുന്നു. പീഡനാനുഭവങ്ങൾക്കും കുരിശുമരണത്തിനും ശേഷം യേശു ഉയർത്തെഴുന്നേറ്റതിൻ്റെ ഓർമ്മ പുതുക്കി ജില്ലയിലെ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷയും നടന്നു. ശനിയാഴ്ച വൈകുന്നേരം മുതൽ പ്രാർത്ഥനകളും ശുശ്രൂഷകളും തുടങ്ങി. ഞായറാഴ്ച രാവിലെയും ചടങ്ങുകൾ നടന്നു. കയ്യാർ ക്രിസ്തുരാജ ചർച്ചിൽ നടന്ന പ്രാർത്ഥനകൾക്കും ശുശ്രൂഷകൾക്കും മംഗളൂരു സെന്റ് അലോഷ്യസ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഫാദർ റോയ്സ്റ്റാൻ മാർത്ത നേതൃത്വം നൽകി. കയ്യാർ ക്രിസ്തുരാജ ചർച്ച് വികാരി ഫാദർ വിശാൽ മോനിസ് ചടങ്ങുകളിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കള്ളക്കടത്ത് സ്വർണ്ണ ഇടപാടുമായി ബന്ധപ്പെട്ട് 2 മലയാളി യുവാക്കളെ കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയ കേസിൽ കാസർഗോട്ടുകാരായ 3 പ്രതികൾക്ക് ജീവപര്യന്തം തടവും പിഴയും ശിക്ഷ. വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മുഹമ്മദ് മഹജീർ സനാഫ്, മുഹമ്മദ് ഇർഷാദ്, മുഹമ്മദ് സഫാൻ എന്നിവരെയാണ് മംഗളൂരു ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജീവപര്യന്തം തടവിനും 65,000 രൂപ പിഴയടക്കാനും ശിക്ഷിച്ചത്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് തലശ്ശേരി സ്വദേശികളെ കൊലപ്പെടുത്തിയ കേസിൽ 3 കാസർഗോഡ് സ്വദേശികൾക്ക് ജീവപര്യന്തം തടവും 65,000 രൂപ പിഴയും വിധിച്ച് മംഗളൂരു ഫസ്റ്റ് ക്ലാസ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി. പിഴ അടച്ചില്ലെങ്കിൽ 17 മാസം അധിക തടവും കോടതി വിധിച്ചു. ചെർക്കള നീർച്ചാലിലെ മുഹമ്മദ് മഹജീർ സനഫ്, വിദ്യാനഗർ അണങ്കൂർ TV സ്റ്റേഷൻ റോഡിലെ എ മുഹമ്മദ് ഇർഷാദ്, എ മുഹമ്മദ് സഫ്വാൻ എന്നിവർക്കാണ് ക്രിമിനൽ ഗൂഢാലോചന, കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റകൃത്യങ്ങളിൽ കോടതി ശിക്ഷ വിധിച്ചത്. കോഴിക്കോട് കുറ്റിച്ചിറ സ്വദേശി ഫഹീം, തലശ്ശേരി സ്വദേശി നഫീർ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നായിരുന്നു 2014 ജൂലൈ 1 ഇരുവരെയും കൊലപ്പെടുത്തിയത്. ഗൾഫിൽ നിന്ന് സ്വർണം കടത്തുന്ന കാരിയർമാരായി ജോലി ചെയ്തിരുന്ന നഫീറും ഫഹീമും ദുബായിൽ നിന്നും എത്തിച്ച 2 കിലോഗ്രാം സ്വർണം മറ്റൊരാൾക്ക് മറിച്ചു വിറ്റിരുന്നു. ഇതിന്റെ വൈരാഗ്യത്തിൽ ഇരുവരെയും മംഗളൂരു അത്താവറയിലെ ഫ്ളാറ്റിൽ വെച്ച് പ്രതികൾ കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് കേസ്. മൃതദേഹങ്ങൾ കഷണങ്ങളാക്കി കാസർഗോഡ് ബേഡെടുക്ക, കുണ്ടംകുഴി, മരുതടുക്കം, ശങ്കരംപാടിയിലെ സഫ്വാന്റെ പേരിലുള്ള സ്ഥലത്തെത്തിച്ച് കുഴിച്ചു മൂടുകയായിരുന്നു. അസമയത്ത് പ്രതികളെ ഇവിടെ കണ്ടെന്ന അയൽവാസികളുടെ സ്ഥിരീകരണവും മൊഴികളും കോടതിയിൽ നിർണായകമായി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് കമ്മ്യൂണിറ്റി സംരംഭക കൂട്ടായ്മ, LBS എഞ്ചിനീയറിംഗ് കോളേജ്, കാസർഗോഡ് ടൗൺ ലയൺസ് ക്ലബ്ബ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ, അസാപ് കേരള എന്നിവയുടെ സഹകരണത്തിൽ സംഘടിപ്പിക്കുന്ന ഓപ്പൺ മൈൻഡ് മേക്കേഴ്സ് സ്പേസ് പരിപാടിക്ക് തുടക്കമായി. കാസർഗോഡ് മുനിസിപ്പൽ ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം നിർവഹിച്ചു.
വിദ്യാർത്ഥികളിലെ സാങ്കേതിക കഴിവുകളെയും നവീന ആശയങ്ങളെയും വളർത്താൻ ലക്ഷ്യമിട്ട് കാസർഗോഡ് കമ്മ്യൂണിറ്റി സംരംഭക കൂട്ടായ്മ, LBS എഞ്ചിനീയറിംഗ് കോളേജ് എന്നിവ സംയുക്തമായി കേരള സ്റ്റാർട്ടപ്പ് മിഷൻ, അസാപ് കേരള എന്നിവയുടെ സഹകരണത്തോടുകൂടി ആരംഭിച്ച ഓപ്പൺ മൈൻഡ് മേക്കർ സ്പേസ് പരിപാടിക്ക് ആവേശകരമായ തുടക്കം. 2 ദിവസങ്ങളിലായി കാസർഗോഡ് ടൗൺ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ നടന്ന പരിപാടി കാസർഗോഡ് മുനിസിപ്പൽ ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം ചെയ്തു. മാറ്റങ്ങൾ നമ്മുടെ കുട്ടികളിൽ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് മുതിർന്നവരായ നമ്മൾ തന്നെയാണ്. അവർക്ക് ആ മാറ്റങ്ങളിൽ നമ്മുടെ പഴയ കാലങ്ങളുടെ ചിന്തകളും ആ കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ നമുക്കിപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാവാൻ സാധ്യതയില്ലായിരുന്നു. പക്ഷേ ഇന്ന് കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഡെവലപ്മെൻറ്റുകൾ വരാനുള്ള സാധ്യതയുള്ള, കേരളത്തിലെ മറ്റ് ജില്ലകളിൽ നിന്ന് അപേക്ഷിച്ച് കാസർഗോഡിന് ഒരുപാട് ഡെവലപ്മെൻറ്റുകൾ കൊണ്ടുവരാനുള്ള ഒരു സംവിധാനമുള്ള ഒരു ജില്ലയാണ് കാസർഗോഡ് ജില്ല എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇപ്പോൾ എല്ലാവരും നമുക്ക് ഹാപ്പിനെസ് തേടി മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. ഹാപ്പിനെസ് തേടി പോവുകയാണ്. നമ്മുടെ വീടുകളിൽ ഹാപ്പിനെസ് ഉണ്ടാകുന്നതിന് പകരം നമ്മൾ ഹാപ്പിനെസ് തേടി മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്ന കാലഘട്ടം. അപ്പോൾ ഹാപ്പിനെസ് തേടി മറ്റുള്ള ജില്ലകളിലും സംസ്ഥാനങ്ങളിലും പോകുന്നതിന് പകരം ഈ ഹാപ്പിനെസ് നമ്മുടെ ജില്ലയിലും നമ്മുടെ മുനിസിപ്പാലിറ്റി പരിധിയിൽ തന്നെ നമുക്ക് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, കോളേജ് തലത്തിലെ വിദ്യാർത്ഥികൾക്കായി അക്കാദമിക് പഠനത്തിന് പുറമെ പ്രായോഗിക പരിശീലനം നൽകുക, പുതിയ അറിവുകൾ നേടാനുള്ള വേദിയൊരുക്കുക എന്നതാണ് പരിപാടിയുടെ പ്രധാന ലക്ഷ്യം. റോബോട്ടിക്സ്, IoT, ഇലക്ട്രോണിക്സ്, 3D പ്രിന്റിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങി സാങ്കേതിക മേഖലയിലേക്കുള്ള അടിത്തറയൊരുക്കുകയാണ് മേക്കർ സ്പേസ്. നിർമ്മാണം, രൂപകൽപ്പന എന്നിവയിൽ തങ്ങളുടേതായ കഴിവുകൾ പരീക്ഷിക്കാനും അതിനെ മെച്ചപ്പെടുത്താനുമുള്ള അവസരമാണ് വിദ്യാർത്ഥികൾക്കായി ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. വിവിധ സ്റ്റാർട്ടപ്പ് സ്ഥാപകരും സാങ്കേതിക രംഗത്തെ വിദഗ്ധരുമായ പരിശീലകരും പരിപാടിയിൽ സംബന്ധിച്ചു. കാസർഗോഡ് കമ്മ്യൂണിറ്റി മെമ്പർ സയ്യിദ് സവാദ് സ്വാഗതം പറഞ്ഞു. LBS കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മുഹമ്മദ് ഷിക്കൂർ, LBS ഡീൻ പ്രവീൺ കുമാർ, വിനോദ് ജോർജ്, കാസർഗോഡ് ടൗൺ ലയൺസ് ക്ലബ് പ്രസിഡന്റ് ദിൽഷാദ്, ട്രഷറർ അമീൻ നായന്മാർമൂല, ടിങ്കർ ഹബ് കോ-ഫൗണ്ടർ മെഹർ, കേരള സ്റ്റാർട്ടപ്പ് പ്രതിനിധി റോണി കെ റോയ്, കാസർഗോഡ് കമ്മ്യൂണിറ്റി അംഗം സഫ്വാൻ എന്നിവർ സംസാരിച്ചു. LBS കോളേജിലെ പ്രധാനാധ്യാപകർ, ലയൺസ് ക്ലബ് ഭാരവാഹികൾ എന്നിവർ പരിപാടിയിൽ പങ്കാളികളായി. കാസർഗോഡ് ടൗൺ ലയൺസ് ക്ലബിന്റെ സഹകരണത്തോടുകൂടി വിദ്യാർത്ഥികളിൽ സംരംഭകത്വം വളർത്തുന്നതിലൂടെയും പ്രായോഗിക വിദ്യകൾ നൽകുന്നതിലൂടെയും ഒരു മേക്കർ കൾച്ചർ സ്ഥാപിക്കുക എന്നതാണ് ഓപ്പൺ മൈൻഡിന്റെ ദീർഘകാല ദൗത്യം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ പ്രചരണാർത്ഥം സൈക്കിൾ റാലി സംഘടിപ്പിച്ചു. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ്, തൃക്കരിപ്പൂർ സൈക്ലിംഗ് ക്ലബ് എന്നിവ സംയുക്തമായി സംഘടിപ്പിച്ച റാലി M രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെയും എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെയും സംസ്ഥാനതല ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് തൃക്കരിപ്പൂർ സൈക്ലിംഗ് ക്ലബ്ബുമായി സഹകരിച്ച് സൈക്കിൾ റാലി സംഘടിപ്പിച്ചു. മേളയുടെ പോസ്റ്ററുകളുമായി 17 പേരാണ് കാലിക്കടവ് മൈതാനത്ത് നിന്നും തൃക്കരിപ്പൂർ വരെയുള്ള സൈക്കിൾ പ്രയാണത്തിൽ പങ്കാളികളായത്. M രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ നമുക്കെല്ലാവർക്കും സ്വീകാര്യമായ കാലിക്കടവ് മൈതാനിയിലാണ് വളരെ ശ്രദ്ധേയമായ രീതിയിലൂടെ പ്രദർശന വിപണന മേള സംഘടിപ്പിച്ചു. തീർച്ചയായും ഇതിൻ്റെ സന്ദേശം ജനഹൃദയങ്ങളിലെത്തിക്കാൻ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഇടപെടലാണ് നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായത്. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ M മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് എഡിറ്റർ AP ദിൽന, തൃക്കരിപ്പൂർ സൈക്ലിംഗ് ക്ലബ് പ്രസിഡന്റ് TMC ഇബ്രാഹിം, സെക്രട്ടറി അരുൺ നാരായണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചെമ്മനാട് CH സെന്ററിന്റെ നേതൃത്വത്തിൽ പാലിച്ചിയടുക്കത്ത് നിർമ്മിച്ച ബൈത്തുറഹ്മകളുടെ ആദ്യഘട്ട കൈമാറ്റം ബുധനാഴ്ച സാദിഖലി ശിഹാബ് തങ്ങൾ നിർവഹിക്കും. ചടങ്ങിൽ വെച്ച് 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും സാദിഖലി ശിഹാബ് തങ്ങൾ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചെമ്മനാട് CH സെന്ററിന്റെ നേതൃത്വത്തിൽ പാലിച്ചിയടുക്കത്ത് ബൈത്തുറഹ്മ കോമ്പൗണ്ടിൽ നിർമ്മിക്കുന്ന ബൈത്തുറഹ്മകളുടെ ആദ്യഘട്ട കൈമാറ്റം ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം 2:30 മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ നിർവഹിക്കും. 12 വീടുകൾ ഉൾപ്പെടുന്ന ബൈത്തുറഹ്മ ഭവന നിർമ്മാണ പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ പൂർത്തിയായ 2 വീടുകളുടെ കൈമാറ്റമാണ് നടക്കുന്നത്.
ചടങ്ങിൽ വെച്ച് രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കും. ചെമ്മനാട് CH സെന്റർ പ്രസിഡന്റ് സിറ്റി അഹമ്മദ് അലി അധ്യക്ഷത വഹിക്കും. ജനറൽ സെക്രട്ടറി PM അബ്ദുല്ല സ്വാഗതം പറയും. മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് കല്ലട്ര മാഹിൻ ഹാജി, ജനറൽ സെക്രട്ടറി A അബ്ദുറഹിമാൻ, ട്രഷറർ PM മുനീർ ഹാജി, കാസർഗോഡ് CH സെന്റർ പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ് ഉപ്പള ഗേറ്റ്, NA നെല്ലിക്കുന്ന് MLA, AKM അഷ്റഫ് MLA തുടങ്ങി മുസ്ലിം ലീഗിൻ്റെയും അനുബന്ധ പോഷക സംഘടനകളുടെയും സംസ്ഥാന, ജില്ലാ, മണ്ഡലം പഞ്ചായത്ത് നേതാക്കളും DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഫൈസൽ, റിട്ടയർഡ് DYSP അബ്ദുൽ റഹീം ഉൾപ്പെടെയുള്ള പ്രമുഖരും പരിപാടിയിൽ പങ്കെടുക്കും. ബൈത്തുർ റഹ്മ കൗമ്പളിൽ നിർമ്മിക്കുന്ന ബൈത്തുർ റഹ്മകളുടെ ആദ്യഘട്ട കൈമാറ്റം ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം 2:30 മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സെയ്ദ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കുകയാണ്. 12 വീടുകൾ ഉൾപ്പെടുന്ന ബൈത്തുർ റഹ്മ ഭവന നിർമ്മാണ പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ പൂർത്തിയായ 2 വീടുകളുടെ കൈമാറ്റമാണ് നടക്കുന്നത്. ചടങ്ങിൽ വെച്ച് രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പ്രവൃത്തി ഉദ്ഘാടനവും ബഹുമാനപ്പെട്ട തങ്ങൾ നിർവഹിക്കും. CT അഹമ്മദ് അലി, PM അബ്ദുല്ല, CM മുഹമ്മദ് മുസ്തഫ, AM താജുദ്ദീൻ, MA സിദ്ദിഖ്, CH മുഹമ്മദ് സാജു, നൌഷാദ് ആലിച്ചേരി, മുഹമ്മദ് കുഞ്ഞി K, റസാഖ് ഹൈറേജ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരത്ത് റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ കാറിടിച്ച് ഗൃഹനാഥന് ദാരുണാന്ത്യം. ബന്ദിയോട് മുട്ടം സ്വദേശി അബൂബക്കർ ഹാജിയാണ് മരിച്ചത്. മഞ്ചേശ്വരം ബന്ദിയോട്ട് റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ കാറിടിച്ച് ഗൃഹനാഥന് ദാരുണാന്ത്യം. മുട്ടം സ്വദേശി അബൂബക്കർ ഹാജിയാണ് മരിച്ചത്. ഞായറാഴ്ച വൈകിട്ട് 4:00 മുട്ടം ദേശീയപാതയിലായിരുന്നു അപകടം. ആരിക്കാടി മഖാമുറൂസിന്റെ സമാപന ദിവസം ചീരണി വാങ്ങി തിരിച്ചു പോകുമ്പോഴായിരുന്നു അപകടം സംഭവിച്ചത്. റോഡിലേക്ക് തെറിച്ചു വീണ അബൂബക്കർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെടുകയായിരുന്നു. ഇടിച്ച കാർ നിർത്താതെ പോയെങ്കിലും ഹൊസങ്കടിയിൽ വെച്ച് ഹൈവേ പോലീസ് വാഹനം കസ്റ്റഡിയിലെടുത്തു. അബ്ദുറഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ദക്ഷിണേന്ത്യയിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ ഉള്ളാൾ സയ്യിദ് മുഹമ്മദ് ഷെരീഫുൽ മദനി 432-ാം വാർഷികവും 22-ാം പഞ്ചവാർഷിക ഉറൂസ് മുബാറക്കിനും ഏപ്രിൽ 24-ന് തുടക്കമാകും. മെയ് 18 വരെ നീണ്ടുനിൽക്കുന്ന പരിപാടികളിൽ പ്രമുഖ പണ്ഡിതരും കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരും സംബന്ധിക്കുമെന്ന് ദർഗാ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 24-ന് വൈകിട്ട് ഉള്ളാൾ കാസിയും ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയുമായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ സമസ്ത പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. വിവിധ പരിപാടികളിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, സ്പീക്കർ UT ഖാദർ, സയ്യിദ് KS ആറ്റക്കോയ തങ്ങൾ കുമ്പോൾ, സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ അൽപുക്കാരി, പേരോട് അബ്ദുൽ റഹ്മാൻ സഖാഫി, അബ്ദുൽ ഹമീദ് മുസ്ലിയാർ മാണി തുടങ്ങിയവർ സംബന്ധിക്കും. ഉറൂസ് മുബാറക്കിൻ്റെ ഭാഗമായി മഖാം സിയാറത്ത്, ദിക്ർ മജ്ലിസ്, ഉദ്ഘാടന സെഷൻ, മദനി മൗലിദ് സദസ്, മദനി സംഗമം, സയ്യിദ് മദനി ഗ്രാൻഡ് മസ്ജിദ് ശിലാസ്ഥാപനം, സ്റ്റുഡൻറ് സമ്മിറ്റ്, ആദരിക്കൽ ചടങ്ങ്, താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ പുഖാരി കൂറ തങ്ങൾ അനുസ്മരണം, പ്രവാസി പ്രതിനിധി സമ്മേളനം, ശരീഅത്ത് കോളേജ്, ഹിഫ്ലുൽ ഖുറാൻ കോളേജ് പ്രോഗ്രാം, അൽ കനഫ് അലുമിനി സംഗമം, സയ്യിദ് മദനി നാഷണൽ പീസ് കോൺഫറൻസ്, നഹത്തെ ഷെരീഫ്, ബുർദാസ്വാദനം, മുഅല്ലിം സമ്മേളനം, സനദ് ദാനം, ദവ കോളേജ് കോൺഫറൻസ്, മതപ്രഭാഷണം, സമാപന സംഗമം, സാമൂഹിക രാഷ്ട്രീയ മഹാസംഗമം, സന്തൽ, അദാനം എന്നീ പരിപാടികൾ നടക്കുമെന്നും അതിവിപുലമായ ഒരുക്കങ്ങളാണ് ഉറൂസ് മുബാറക്കിനായി ഒരുക്കിയിരിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഉറൂസിൻ്റെ ഇനാഗ്രേഷൻ ഡേ 24-ാം തീയതി അസർ നിസ്കാരം കഴിഞ്ഞിട്ട് മദനി തങ്ങൾ ദർബാറിൽ സിയാറത്ത് ചെയ്തിട്ട് അതിൻ്റെ ശേഷം ദിക്റിൻ്റെ നേതൃത്വം ബഹുമാനപ്പെട്ട കുമ്പോൾ ആട്ടക്കോയ തങ്ങളാണ്. അതിൻ്റെ ശേഷം 7 മണിക്ക് ഉറൂസിനെ ഇനാഗ്രേഷനാണ്. ഉറൂസിൻ്റെ ഇനാഗ്രേഷന് അന്നത്തെ പരിപാടിയുടെ നേതൃത്വം ഉള്ളാല ഖാസി, ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി, സുൽത്താൻ ഉലമ AP അബൂബക്കർ മുസ്ലിയാർ അവരാണ് ഉറൂസിൻ്റെ നേതൃത്വമാണ്. ഉള്ളാൾ ദർഗാ കമ്മിറ്റി പ്രസിഡന്റ് ഹനീഫ ഹാജി, വൈസ് പ്രസിഡന്റ് UM അഷ്റഫ് അഹമ്മദ്, ജനറൽ സെക്രട്ടറി ശിഹാബുദ്ദീൻ സഖാഫി, ഫിനാൻസ് സെക്രട്ടറി നാദിമുർ റഹ്മാൻ, മദനി കന്തൽ സൂപ്പി മദനി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് എൽസ്റ്റോൺ എസ്റ്റേറ്റിൽ സർക്കാർ നടത്തുന്ന പുനരധിവാസ പ്രവർത്തനങ്ങൾക്കെതിരെ എസ്റ്റേറ്റ് അധികൃതർ നൽകിയ ലിവിംഗ് പെറ്റീഷൻ സുപ്രീം കോടതി തള്ളി. കോടതി നടപടിയിൽ സന്തോഷമുണ്ടെന്നും നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഇനി യാതൊരു ആശങ്കയും വേണ്ടെന്നും റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. SLP പൂർണ്ണമായും ഡിസ്മിസ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവാണ് സുപ്രീം കോടതി പുറത്തിറക്കേണ്ടത്. ഈ കോടതിയിൽ ഇനി ഇത് സംബന്ധിച്ച സുപ്രീം കോടതിയിൽ മറ്റൊരു വാദവും നടക്കാത്ത വിധത്തിൽ സുപ്രീം കോടതി ആ കേസ് ഡിസ്മിസ് ചെയ്തുകൊണ്ടുള്ള തീരുമാനം ഇന്നുണ്ടായി. കോടതി അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ടവരോട് പറഞ്ഞു, നിങ്ങൾക്ക് കേരളത്തിലെ കോടതിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന റിട്ട് പെറ്റീഷനിൽ വാദം തുടരാൻ വിരോധമില്ല. അത് നേരത്തെയും കേരളത്തിലുണ്ടായിരുന്ന കോടതി പറഞ്ഞതാണ്. എന്നാൽ സ്പെഷ്യൽ ലീവിംഗ് പെറ്റീഷൻ അനുവദിക്കില്ല എന്ന ഷാർപ്പായ നിലപാടെടുത്തുകൊണ്ട് കോടതി ആ കാര്യം ഡിസ്മിസ് ചെയ്തു. അതുകൊണ്ട് ഇനി ഒരു പേടിയും ആളുകൾക്ക് ഇടയിൽ ഉണ്ടാക്കേണ്ട കാര്യമില്ല, ഒരാശങ്കയും ജനങ്ങൾക്കിടയിൽ ഉണ്ടാകേണ്ട പ്രശ്നമില്ല. ഇവിടെ ഒരു കാര്യം ഞാൻ ആവർത്തിച്ച് പറയുകയാണ്. 4/10/2024 സർക്കാർ ഇറക്കിയ ഉത്തരവ് ശരിയായിരുന്നു എന്ന് മാറിപ്പോയ എല്ലാ കോടതിയുടെ ഡിവിഷൻ ബെഞ്ച്, സിംഗിൾ ബെഞ്ച്, ഡിവിഷൻ ബെഞ്ച്, ഇപ്പോൾ സുപ്രീം കോടതി സർക്കാർ DM ആക്ട് അനുസരിച്ച് ഈ കാലയളവിൽ ഏറ്റെടുത്ത നടപടി ശരിയായിരുന്നു എന്ന് ആവർത്തിച്ച് അംഗീകാരം നൽകുകയായിരുന്നു. KSRTCയെയും തൊഴിലാളികളെയും സംരക്ഷിക്കണമെന്ന ആവശ്യം. കാഞ്ഞങ്ങാട് KSRTC ഡിപ്പോ പരിസരത്ത് നിന്നും അതിജീവന യാത്ര സംഘടിപ്പിച്ചു. KSRTCയെയും തൊഴിലാളികളെയും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് കാഞ്ഞങ്ങാട് KSRTC ഡിപ്പോ പരിസരത്ത് നിന്നും അതിജീവന യാത്ര സംഘടിപ്പിച്ചത്. KSRTCയിൽ ഏപ്രിൽ 30 നടക്കുന്ന റഫറൻഡമിന്റെ മുന്നോടിയായാണ് TDFന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന അതിജീവന യാത്ര കാഞ്ഞങ്ങാട് ഡിപ്പോയിൽ എത്തിച്ചേർന്നത്. MLA M വിൻസെന്റ് ആണ് യാത്ര നയിക്കുന്നത്. അതിജീവന യാത്രയ്ക്ക് TDF കാഞ്ഞങ്ങാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. INTUC കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് PG ദേവ് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ റഫറൻഡം നടക്കാൻ പോവുകയാണ്. റഫറൻഡത്തിന് മുമ്പായി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന അതിജീവന യാത്രയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. പ്രമുഖരായ എല്ലാ നേതാക്കന്മാരും ഇവിടെ സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ സമയമെടുക്കുന്നില്ല. KSRTC എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനം കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊന്നാണ്. ഈ പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ എല്ലാ കാലത്തുമുള്ള പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ വളരെ അത്ഭുതത്തോടെ സന്തോഷത്തോടെ നോക്കിക്കണ്ട ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. ഒരു കാലത്തെ ചെറുപ്പക്കാരുടെ അവരുടെ ജോലി എന്ന് പറയുമ്പോൾ അവരാദ്യമായി അവർ ശ്രദ്ധിച്ചത് KSRTCയിൽ ഒരു ജോലി കിട്ടുമോ എന്നതാണ്. ഇന്നിപ്പോൾ KSRTC എങ്ങനെയെങ്കിലും പിരിഞ്ഞു പോകാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ അത്ര ദയനീയമായ ഒരു സ്ഥിതിയിലേക്ക് നമ്മുടെ ഈ സ്ഥാപനം എത്തി എന്ന് നമ്മൾ മനസ്സിലാക്കണം. N സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി M വിൻസെന്റ് MLA മുഖ്യപ്രഭാഷണം നടത്തി. പ്രദീപ് കുമാർ, ബിജു ജോൺ, AN രാജേഷ്, PM പ്രതീഷ് കുമാർ, S സന്തോഷ് ബാബു, MV പത്മനാഭൻ, ഷംസുദ്ദീൻ PK എന്നിവർ സംസാരിച്ചു. TDF യൂണിറ്റ് പ്രസിഡന്റ് M മധു സ്വാഗതവും യൂണിറ്റ് ട്രഷറർ അനിൽകുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സംഗീത പഠന സത്രത്തിന് സമാപനമായി. 5 ദിവസങ്ങളിലായി കൊടവലം മോഹനത്തിൽ സംഗീതജ്ഞൻ കാഞ്ഞങ്ങാട് TP ശ്രീനിവാസന്റെ നേതൃത്വത്തിലാണ് സൗജന്യ സംഗീത ക്ലാസ് സംഘടിപ്പിച്ചത്. 5 ദിനങ്ങളിലായി നടന്ന സൗജന്യ സംഗീത പഠന സത്രത്തിന് സമാപനമായി. കൊടവലം മോഹനത്തിൽ സംഗീതജ്ഞൻ കാഞ്ഞങ്ങാട് TP ശ്രീനിവാസന്റെ നേതൃത്വത്തിൽ മുത്തുസ്വാമി ദീക്ഷിതരുടെ നവാവരണ കൃതികളാണ് സംഗീത വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി പകർന്നു നൽകിയത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ 40-ലധികം സംഗീത വിദ്യാർത്ഥികളാണ് പഠന സത്രത്തിൽ പങ്കെടുക്കാനെത്തിയത്. 18 വർഷമായി ഇദ്ദേഹം സമൂഹ കൃതികളായ ത്യാഗരാജസ്വാമികളുടെ ഗണരാഗ പഞ്ചരത്ന കൃതികൾ, സ്വാതി തിരുനാളിന്റെ നവരാത്രി കൃതികൾ, മുത്തുസ്വാമി ദീക്ഷിതരുടെ നവഗ്രഹ കൃതികൾ, നവാവരണ കൃതികൾ എന്നിവ പഠന സത്രത്തിലൂടെ സൗജന്യമായി പഠിപ്പിക്കുന്നുണ്ട്. നവാവരണ
കൃതികളാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ പഠിപ്പിക്കുകയും അതിൻ്റെ ഒരു പഠന സത്രമാണ് ഇവിടെ നടന്നു വന്നത്. അതിൻ്റെ സമാപനമായിട്ടാണ് ഇപ്പോൾ ഇവിടെ എല്ലാവരും ചേർന്ന് പാടുന്നത്. കമലാംബ ദേവിയെ സ്തുതിച്ചുകൊണ്ടുള്ള 11 കൃതികൾ, അതായത് ധ്യാനം, പിന്നെ അതിനുശേഷം ഒരു 8 വിഭക്തികളായിട്ടുള്ള 8 കീർത്തനങ്ങൾ. 10ാമത്തെ കീർത്തനത്തിൽ ആ 8 വിഭക്തിയും ചേർന്ന് വരുന്നുണ്ട്. പിന്നെ 11ാമത്തെ മംഗളം, അങ്ങനെ ഉള്ള രീതിയിലാണ് ഈ കൃതികൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനെ കൃതി സമുച്ചയം എന്നാണ് ഇത്തരം കൃതികളെ പറയുന്നത്. അതിപ്പോൾ ത്യാഗരാജസ്വാമികളുടെ പ്രധാനപ്പെട്ട പഞ്ചരത്ന കൃതികൾ, പിന്നെ സ്വാതിരുനാൾ നവരാത്രി കീർത്തനങ്ങൾ, അതുപോലെ മുത്തുസ്വാമി ദീക്ഷയുടെ നവഗ്രഹ കൃതികൾ, നവാവരണ കൃതികൾ, ഇതൊക്കെ ഈ കൃതി സമുച്ചയത്തിൽ പെടുന്നതാണ്. ഞായറാഴ്ച വൈകിട്ട് നടന്ന സമാപനത്തിൽ പക്കമേളത്തിന്റെ അകമ്പടിയോടെ സമൂഹകൃതികളുടെ ആലാപനവും നടന്നു. സംഗീതജ്ഞരായ മനോജ് പയ്യന്നൂർ, ഈശ്വരൻ നമ്പൂതിരി, ഗോപി പട്ടേന, ഷാജി കരിവെള്ളൂർ, TP അഭിജിത്ത്, വിഷ്ണുപ്രിയ, വിഭ, പ്രീതി നീലേശ്വരം, ഗീതാ വിജയൻ എന്നിവർ പങ്കെടുത്തു. വയലിനിൽ ശ്രീവരതയും മൃദംഗത്തിൽ P. കണ്ണൻ കാഞ്ഞങ്ങാടും പക്കമേളമൊരുക്കി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നിസ്സഹായരായ ഒരു കൂട്ടം ആളുകളുടെ കണ്ണുനീരിലാണ് LDF സർക്കാർ 4ാം വാർഷികാഘോഷമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. വിവിധ സമരങ്ങളോട് തികച്ചും നിഷേധാത്മകമായ സമീപനമാണ് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം പുലർത്തുന്നതെന്നും MT രമേശ് കാസർഗോഡ് പറഞ്ഞു. കണ്ണുനീരോടുകൂടി ആ ഉദ്യോഗാർത്ഥിനികളെല്ലാം സമരപന്തലിൽ നിന്ന് പായമടക്കി വീട്ടിലേക്ക് മടങ്ങുമ്പോൾ കേരളത്തിൽ DYFI പിരിച്ചുവിടുക കൂടി വേണം. DYFI എന്ന് പറഞ്ഞ സംഘടനയെ കൊണ്ട് കേരളത്തിൽ ഒരാവശ്യവുമില്ല. യുവജനങ്ങൾക്കും യുവാക്കൾക്കും യുവതികൾക്കും ആ സംഘടനയെ കൊണ്ട് ഒരാവശ്യവുമില്ല. കഞ്ചാവ് രോഗികൾക്കും മയക്കുമരുന്ന് വിൽപ്പനക്കാർക്കും ഒരുപക്ഷെ DYFIയുടെ സേവനം ആവശ്യമുണ്ടായേക്കാം. പക്ഷേ കേരളത്തിലെ ഒരു ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന അഭ്യസ്തവിദ്യരായിട്ടുള്ള യുവതി യുവാക്കൾക്ക് DYFI എന്ന സംഘടന കൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഏറ്റവും നല്ലത് ഈ 4ാം വർഷത്തിൽ സർക്കാർ 4ാം വാർഷികം ആഘോഷിക്കുമ്പോൾ DYFI പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഒരു തീരുമാനം കൂടി എടുക്കുന്നത് നല്ലതാണ്. അത്രമാത്രം യുവജന വിരുദ്ധമായ സമീപനമാണ് ഈ സംഘടനയും സർക്കാരും എല്ലാം സ്വീകരിക്കുന്നത്. നിങ്ങൾ കേരളത്തിൽ കഴിഞ്ഞ 9 വർഷം കൊണ്ട് എത്ര പേർക്കാണ് ജോലി കൊടുത്തിട്ടുള്ളത്? എല്ലാ വകുപ്പുകളിലും കരാറടിസ്ഥാനത്തിലുള്ള നിയമനം. ബേഡകം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കൊറത്തിക്കുണ്ടിൽ യുവാവിനെയും അക്രമം തടയാനെത്തിയ പോലീസുകാരെയും കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിലെ പ്രതികളെ കണ്ടെത്താനായില്ല. കോട്ടയം സ്വദേശികളും കൊറത്തിക്കുണ്ടിൽ താമസക്കാരുമായ സഹോദരങ്ങളായ ജിഷ്ണുവും വിഷ്ണുവുമാണ് അക്രമം കാണിച്ച് രക്ഷപ്പെട്ടത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ജിഷ്ണുവും വിഷ്ണുവും അധ്യാപക ദമ്പതികളുടെ വീട്ടിലെത്തി ബഹളം വയ്ക്കുകയും പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ച സനീഷ് എന്ന യുവാവിനെ കത്തിക്കൊണ്ട് കുത്തുകയും അക്രമ വിവരമറിഞ്ഞെത്തിയ ബേഡകം പോലീസ് സംഘത്തിലെ സിവിൽ പോലീസ് ഓഫീസർ സൂരജിന് കുത്തേൽക്കുകയും ചെയ്ത സംഭവമുണ്ടായത്. ബഹളം കേട്ട് കൂടുതൽ ആൾക്കാരും പോലീസും സ്ഥലത്തെത്തുമ്പോഴേക്കും പ്രതികൾ സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ടിരുന്നു. സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിൽ ഇരുവരുടെയും ഫോണുകളുടെ ലൊക്കേഷൻ കൊറത്തിക്കുണ്ടാണെന്ന് കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്ന് പ്രദേശം അരിച്ച് പെറുക്കിയെങ്കിലും കണ്ടെത്തുവാനായില്ല. അതേസമയം പ്രതികൾ ഫോണുകൾ ഉപേക്ഷിച്ച് കർണാടകയിലേക്ക് കടന്നതായി സംശയമുയർന്നിട്ടുണ്ട്. ഇതേ തുടർന്ന് പോലീസ് സംഘം സുള്ളിയിൽ ഉൾപ്പെടെ അന്വേഷണം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. ഇവർക്കായി കർണാടകയിലെ മറ്റിടങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ആനിഭാഗലുവിൽ നിർമ്മാണം പുരോഗമിക്കുന്ന കെട്ടിടത്തിന് സമീപം അതിഥി തൊഴിലാളി സുശാന്ത റോയിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമാണോ എന്ന് സംശയം. സ്വർണ്ണക്കള്ളക്കടത്ത് ഇടപാടുമായി ബന്ധപ്പെട്ട് 2 മലയാളി യുവാക്കളെ കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയ കേസിൽ കാസർഗോട്ടുകാരായ 3 പ്രതികൾക്ക് ജീവപര്യന്തം തടവും പിഴയും ശിക്ഷ. ഉയർപ്പിന്റെ പ്രത്യാശയിൽ ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ ഈസ്റ്റർ ആഘോഷിച്ചു. യേശു ഉയർത്തെഴുന്നേറ്റതിന്റെ ഓർമ്മ പുതുക്കി ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷകളും നടന്നു. 2ാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികാഘോഷം കാലിക്കടവ് മൈതാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. എന്റെ കേരളം പ്രദർശന വിപണനമേളയുടെ പ്രചരണാർത്ഥം സൈക്കിൾ റാലി സംഘടിപ്പിച്ചു. M. രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. മഞ്ചേശ്വരത്ത് റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ കാറിടിച്ച് ഗൃഹനാഥന് ദാരുണാന്ത്യം. ബന്ദിയോട് മുട്ടം സ്വദേശി അബൂബക്കർ ഹാജിയാണ് മരിച്ചത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.